ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലനായിട്ടുള്ള ഫേസ് വാഷ് ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന പാടുകൾ മാറി ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സ്കിന്ന് നാൾക്ക് നാൾ ലൈറ്റിങ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു 2-3 ഷീറ്റ്സ് ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിന്നിന് മാറ്റണം. അതിന് പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഫേസ് വാഷാണ് മക്കളെ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ളത് പെട്ടെന്ന് കണ്ടേച്ച് വരാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ക്ലീൻ ബോട്ടിൽ വേണം. ഈ ഒരു ക്ലീൻ ബോട്ടിനകത്തേക്ക് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് തേനാണ് കേട്ടോ, ഹണിയാണ്. അത് ഇതിനകത്തേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വരത്തക്ക വിധത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഹണി നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് മോയ്സ്ചർ ചെയ്ത് വെക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ആളാണ് ടെർമറിക്കാണ്, മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണും താഴെയായിട്ട് മതി കേട്ടോ. നിങ്ങൾക്ക് ടെർമറിക്ക് എടുക്കാം, നോർമൽ ടെർമറിക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്തൂരി മഞ്ഞളില്ല, അതായാലും കുഴപ്പമില്ല കേട്ടോ. അത് ഇതിനകത്തേക്ക് ഒരു പിഞ്ച് ചേർക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഷംനു ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ആലുവേറ ജെല്ലാണ്. ആലുവേറ ജെല്ല് നമ്മൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂണോ 1 ടീസ്പൂണോ കേട്ടോ, അതങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഉലുവയുടെ വാട്ടറാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്റ്റിൽഡ് വാട്ടറിന് എടുത്തിരിക്കുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടറിനകത്തേക്ക് നമ്മൾ ഉലുവ കഴുകിയിട്ട് കുറച്ച് മണിക്കൂർ നേരത്തേക്ക് കുതിർത്തതിന് ശേഷം അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വയ്ക്കുക. എന്നിട്ട് ആ ഒരു റോ ആയിട്ടുള്ള വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 3 ദിവസത്തേക്ക് പുറത്ത് വെക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഈ രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 ദിവസം പുറത്ത് വെക്കാൻ പറ്റും. അതല്ല നമ്മൾ നോർമലി കുടിക്കുന്ന വെള്ളം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ ഈ ഉലുവയുടെ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ, ഉലുവ എടുക്കുന്നില്ല. ഞാൻ തിളപ്പിച്ചിട്ടാണ് ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കുതിർത്ത് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള വാട്ടറാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഏകദേശം ഒരു 50 അല്ലെങ്കിൽ 75 ml നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 100 ml ബോട്ടിലാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ തന്നെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനിയുടെ ഫേസ് വാഷ് ആണ്. ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്ത് മേടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ആണ് ഇതിൻ്റെ ഒരു അളവ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ ഈ ഒരു ഫേസ് വാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതല്ല നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഫേസ് വാഷ് ആണെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പമ്പിൽ ആദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഫേസ് വാഷ് ഏകദേശം കഴിയാറായതുകൊണ്ട് വരുന്നില്ല. അപ്പോൾ ഞാനത് അതിൻ്റെ അടപ്പ് തുറന്നിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ കേട്ടോ. ഈ ഒരു അളവ് മനസ്സിൽ വെച്ചോളൂ. ഈ ഒരു 50-75 ml ഈ ഒരു വാട്ടറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തേന്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു, 1 ടീസ്പൂണ് ആലുവേറ ജെൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു അളവ്. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ കൂട്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് വരത്തക്ക വിധത്തിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് അങ്ങ് റെഡി കേട്ടോ. അടിപൊളി ഫേസ് വാഷാണ്, വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്കറിയാം ഉലുവേൻ്റെ ബെനിഫിറ്റ്, ഞാൻ പറയാതെ തന്നെ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉലുവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഡെയിലി മോർണിംഗ് റൊട്ടീനിൽ നിങ്ങൾ എന്തായാലും രാവിലെ എണീച്ചാൽ ഫേസ് ക്ലെൻസ് ചെയ്യും. അപ്പോൾ ആ ക്ലെൻസ് ചെയ്യുന്നത് നോർമലി ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാതെ അതിൻ്റെ കൂടുതലേക്ക് ഒരു ഉലുവയുടെ എക്സ്ട്രാക്റ്റ് കൂടി ഈ പറഞ്ഞ മഞ്ഞൾപ്പൊടി, തേന് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഇതുപോലൊരു ഫേസ് വാഷ് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കാം. നിങ്ങൾക്ക് ഒത്തിരി നാളത്തേക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാൻ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ദിവസത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പ് പോയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ കണ്ടല്ലോ നല്ല രീതിക്ക് നമുക്ക് ഫോമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നല്ല രീതിക്ക് ഫോമായിട്ട് വരുന്നുണ്ട്. നമുക്ക് മൈൽഡ് ഫോമായിട്ട് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ആവുന്നുണ്ട്, നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഇത് ഉപയോഗിക്കും നമ്മുടെ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ നല്ല ഫെയ്ഡ് ഔട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് സ്കിൻ ടോണും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇത് ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് മറക്കാതെ വന്ന് അറിയിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.